നമസ്കാരം. കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്ത. രവത ചന്ദ്രശേഖരെ DGP-ആയി നിയമിച്ചതിനെ വിവാദമാക്കുന്നത് ഒരു കൂട്ടം മാധ്യമങ്ങളും പ്രതിപക്ഷ നേതാവുമാണെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ. സർക്കാരിനെതിരെ എന്തും ആയുധമാക്കാൻ ശ്രമിക്കുന്നവരെ ജനങ്ങൾ തിരിച്ചറിയുമെന്നും ജയരാജൻ. തുറവൂർ സഹകരണ ബാങ്ക് ശതാബ്ദിയുടെ നിറവിൽ. ഒരു കൊല്ലം നീളുന്ന ശതാബ്ദിയാഘോഷ പരിപാടികൾക്ക് വർണ്ണാഭമായ തുടക്കം സഹകരണ മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്തു. സഹകരണ മേഖലയിൽ വേലി തന്നെ വിളവ് തിന്നുന്ന നടപടി ഇല്ലാതാക്കുമെന്ന് VN വാസവൻ. പലചരക്ക് കടയിലെ തറയിൽ നിന്നും രക്തത്തിന് സമാനമായ ദ്രാവകം തിളച്ചു പൊന്തിയത് ഭയവും ആശങ്കയും സൃഷ്ടിച്ചു. ചേർത്തല തണ്ണീർമുക്കം റോഡിൽ കട്ടച്ചിറ യുവതാര ജംഗ്ഷന് സമീപത്തുള്ള പലചരക്ക് കടയിലാണ് സംഭവം. കുട്ടനാട് പച്ചയിൽ ATM തകർത്ത് മോഷണ ശ്രമം. ഫെഡറൽ ബാങ്കിന്റെ ATM തകർത്ത് മോഷണം നടത്താനായിരുന്നു ശ്രമം. പോലീസ് എത്തിയതോടെ മോഷ്ടാവ് രക്ഷപ്പെടുകയായിരുന്നു. CPI ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട അഡ്വക്കേറ്റ് S. സോളമൻ രക്തസാക്ഷി മണ്ഡപങ്ങളിൽ പുഷ്പാർച്ചന നടത്തി. പുന്നപ്ര, വയലാർ രക്തസാക്ഷി മണ്ഡപങ്ങളിലാണ് പുഷ്പാർച്ചന നടത്തിയത്. ആലപ്പുഴ നഗരത്തിലെ ഗതാഗത നിയന്ത്രണം മിന്നൽ വേഗത്തിൽ നടപ്പാക്കി ശ്രദ്ധേയനായ മിന്നൽ മോഹൻദാസ് ഓർമ്മയായി. ആലപ്പുഴ നഗരം വഴി പോയിട്ടുള്ളവർ മോഹൻദാസിനെ മറക്കില്ല. BSF ജവാനായിരുന്ന മോഹൻദാസ് 2010 മുതൽ ആലപ്പുഴയിലെ ട്രാഫിക് നിയന്ത്രണ സംവിധാനത്തിൽ സജീവമായിരുന്നു. വാർത്തകൾ വിശദമായി. രവത ചന്ദ്രശേഖരെ DGP-ആയി നിയമിച്ചത് വിവാദമാക്കുന്നത് ഒരു കൂട്ടം മാധ്യമങ്ങളും പ്രതിപക്ഷ നേതാവുമാണെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ. സർക്കാരിനെതിരെ എന്തും ആയുധമാക്കുന്നത് ജനങ്ങൾ തിരിച്ചറിയുമെന്നും MV ജയരാജൻ പറഞ്ഞു. രവത ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന IPS ഉദ്യോഗസ്ഥനെ കുറിച്ച് അദ്ദേഹത്തിന് കൂത്തുപറമ്പ് വെടിവെപ്പിൽ പങ്കില്ലെന്ന് വ്യക്തമാക്കിയാൽ പിന്നെ ഒരാളെ DGP ആക്കിയതിനെ കൂത്തുപറമ്പ് വെടിവെപ്പിന്റെ പേരും പറഞ്ഞ് മുതലക്കണ്ണീർ ഒഴുക്കുന്നത് കാണുമ്പോഴാണ് അതിശയം തോന്നുന്നത്. അത് സതുദ്ദേശത്തിലല്ല. അന്ന് പോലീസുകാരുടെ ഹക്കീം ബത്തേരിയുടെ ആദ്യത്തെ അടി കിട്ടുന്നത് എനിക്കാണ്. എന്റെ തലയിൽ അന്ന് 10-12 സ്വിച്ച് ഉണ്ട്. ബോധരഹിതനായി കൂത്തുപറമ്പിൽ വീണു. അന്ന് ഞങ്ങളെയൊക്കെ ഈ ഹക്കീം ബത്തേരി അടക്കമുള്ളവർ മർദ്ദിക്കുന്ന സമയത്ത് നമ്മുടെ ചാനലുകാരന്നില്ല. എന്നാൽ നമ്മുടെ പത്രങ്ങൾക്ക് ജയരാജനെ ക്രൂരമായി തല്ലിയ ഹക്കീം ബത്തേരി ഇനി സർവീസിൽ ഉണ്ടാകാൻ പാടില്ല. മനോരമയിൽ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, മാതൃഭൂമിയിൽ ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ ഈ മാധ്യമങ്ങളോടൊരു ചോദ്യം ചോദിക്കാവുന്നത്, കൂത്തുപറമ്പ് വെടിവെപ്പിനെ കുറിച്ച് അന്വേഷണം നടത്തിയ ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷന്റെ ശുപാർശയനുസരിച്ച് പോലീസ് കേസെടുത്തപ്പോ ആ കേസിൽ ഒരു പ്രതിയായിരുന്നു അന്ന് ജേക്കബ് പുന്നൂസ് IG-യും DIG ശേഖരൻ മിനിയോടനും അറസ്റ്റ് ചെയ്ത അന്നത്തെ കണ്ണൂർ ജില്ലാ പോലീസ് മേധാവി K. പത്മകുമാർ. അദ്ദേഹത്തെ അന്ന് കേസിൽ പ്രതിയായതുകൊണ്ട് പോലീസ് അറസ്റ്റ് ചെയ്തതാണ്. അദ്ദേഹം പിന്നീട് എത്തിയത് DGP-ആണ് കേട്ടാ. ഈ പത്മകുമാർ കഴിഞ്ഞ ഒരു മാസം മുമ്പ് റിട്ടയർ ചെയ്യുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് പ്രൊമോഷൻ കിട്ടി. അവസാനം DGP കേഡറായിട്ടാണ് പിരിഞ്ഞത്. ലോ ആൻഡ് ഓർഡറിന്റെ DGP-യുടെ ഉത്തരവാദിത്വത്തിലേക്ക് വന്നില്ലെങ്കിൽ സമാനമായി DGP കേഡറായി പത്മകുമാർ എത്തുമ്പോ ഈ മാധ്യമങ്ങൾക്കൊന്നും കൂത്തുപറമ്പ് വെടിവെപ്പിലെ കേസിലെ പ്രതിയായ പത്മകുമാറിനെ എന്തിനാണ് പ്രമോട്ട് ചെയ്തത് എന്ന ചോദ്യമില്ല. ഇതാണ് മാധ്യമങ്ങളുടെ ഇരട്ടത്താപ്പ്. വെടിവെപ്പിനന്ന് ഉത്തരവാദി ഞങ്ങളൊക്കെ ദൃക്സാക്ഷികളല്ലേ. അന്ന് ഉത്തരവാദി കമ്മീഷൻ ചൂണ്ടിക്കാണിച്ച DYSP ഹക്കീം ബത്തേരിയും ഡെപ്യൂട്ടി കലക്ടർ TT ആന്റണിയുമാണ്. TT ആന്റണി ഡെപ്യൂട്ടി കലക്ടർ ഹൗസിംഗ് ആണ്. കമ്മീഷൻ തന്നെ ആ കാര്യം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. എന്തിനാണ് ഈ ഡെപ്യൂട്ടി കലക്ടറെ കൂത്തുപറമ്പിലേക്ക് നിയോഗിച്ചത്? 1994 നവംബർ 25-ന് കൂത്തുപറമ്പിൽ സമാധാനപരമായി സംഘടിപ്പിച്ച പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയത് അന്നത്തെ DYFI ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയുമായിരുന്ന താനും ചേർന്നാണ്.
കൂത്തുപറമ്പ് വെടിവെപ്പ് കേസുമായി ബന്ധപ്പെട്ട ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിൽ രവിത ചന്ദ്രശേഖറിന് പങ്കില്ലെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ സംഭവം നടക്കുന്നതിന് 2 ദിവസം മുൻപാണ് കണ്ണൂരിൽ ASP ആയി രവിത ചന്ദ്രശേഖരൻ ചാർജ് എടുക്കുന്നതെന്നും കമ്മീഷൻ വ്യക്തമാക്കുന്നു. എന്നാൽ ഈ സംഭവത്തിൽ ഡെപ്യൂട്ടി കളക്ടർ PP ആന്റണി, DYSP ഹക്കീം ബത്തേരി എന്നിവരാണ് കുറ്റക്കാരെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. വെടിവെപ്പിന് ഉത്തരവിട്ടത് PP ആന്റണിയായിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ചുമതലയുള്ള തലശ്ശേരി RDOയെ ഒഴിവാക്കി ഡെപ്യൂട്ടി കളക്ടർക്ക് ചുമതല നൽകിയതിൽ ദുരൂഹതയുണ്ടെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പ്രതിയായി കേസെടുത്ത് അറസ്റ്റ് ചെയ്ത അന്നത്തെ ജില്ലാ പോലീസ് മേധാവിയായിരുന്ന പത്മകുമാറിന് പിന്നീട് DGP ആയി സ്ഥാനക്കയറ്റം ലഭിച്ചപ്പോൾ മാധ്യമങ്ങളുടെ മുതലക്കണ്ണീർ ഉണ്ടായില്ല എന്നും MV ജയരാജൻ പറഞ്ഞു. സ്വാഗത സംഘം ചെയർമാൻ V പ്രഭാകരൻ അധ്യക്ഷനായി. കൺവീനർ KV പ്രശാന്ത് സ്വാഗതം പറഞ്ഞു. CPIM സംസ്ഥാന കൺട്രോൾ കമ്മീഷൻ ചെയർമാൻ KH ബാബുജാൻ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ U പ്രതിഭ MLA, P ഗാനകുമാർ, ഷെയ്ഖ് P ഹാരിസ്, ഏരിയ സെക്രട്ടറി B അബിൻഷാ, V അരവിന്ദാക്ഷൻ, S നസീം, S ആസാദ്, S ഗോപനാഥൻ പിള്ള, V മുരളീധരൻ, R രാജേഷ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് D അംബുജാക്ഷി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് L ഉഷ എന്നിവർ സംസാരിച്ചു. വിവിധ കേന്ദ്രങ്ങളിൽ നിന്നെത്തിയ അനുസ്മരണ റാലിയിൽ സ്ത്രീകളടക്കം 100 കണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. CPIM ജില്ലാ സെക്രട്ടറി R നാസർ അടക്കം നിരവധി നേതാക്കളും പ്രവർത്തകരും പുഷ്പാർച്ചനയിലും പങ്കെടുത്തു. ടൈം ന്യൂസ്, ആലപ്പുഴ. തുറവൂർ സർവീസ് സഹകരണ ബാങ്ക് ശതാബ്ദി ആഘോഷത്തിന്റെ നിറവിൽ 1 വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ശതാബ്ദി ആഘോഷങ്ങൾ സഹകരണ മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്തു. വേലി തന്നെ വിളവ് തിന്നുന്ന നടപടികൾ സഹകരണ മേഖലയിൽ ഇല്ലാതാക്കുമെന്ന് VN വാസവൻ പറഞ്ഞു. തുറവൂർ 935 നമ്പർ സർവീസ് സഹകരണ ബാങ്കിന്റെ ശതാബ്ദി ആഘോഷത്തിന്റെ ഉദ്ഘാടനവും ശതാബ്ദി മന്ദിര ശിലാസ്ഥാപനവും നടന്നു. സഹകരണ മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്തു. ഈ കാലയളവിൽ ഈ പ്രദേശത്തെ സാധാരണക്കാരുടെ ജീവിത പ്രശ്നങ്ങളുടെ മുമ്പിൽ അത്താണിയായി പ്രവർത്തിച്ച സ്ഥാപനമാണ് ഈ സഹകരണ ബാങ്ക്. നാഷണലൈസ്ഡ് ബാങ്കുകളും ഷെഡ്യൂൾ ബാങ്കുകളും കൊമേഴ്സ്യൽ ബാങ്കുകളുമെല്ലാം നാട്ടിൽ വ്യാപകമായി ഉള്ളപ്പോഴും സാധാരണക്കാരന് വളരെ പെട്ടെന്നൊരാവശ്യം വന്നാൽ അത് പരിഹരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക സ്രോതസ്സ് എന്ന് പറയുന്നത് സഹകരണ ബാങ്കുകളാണ്. അതിൻ്റെ പ്രസിഡൻറ്റിനെ അല്ലെ ഡയറക്ടറെ അല്ലെ സെക്രട്ടറിയെ കണ്ട് വളരെ പെട്ടെന്നൊരു അപേക്ഷ കൊടുത്താൽ വ്യക്തിഗതമായി ലഭിക്കാവുന്ന വായ്പയുണ്ട്. അതേപോലെ തന്നെ കൂടുതൽ നമുക്ക് ഈടിന്മേൽ ലഭിക്കുന്ന വായ്പകളുണ്ട്. പല തരത്തിൽ നമുക്ക് ആശ്വാസം പകരുന്ന പദ്ധതികളുണ്ട്. ഇതെല്ലാം ചേർന്ന് നമുക്ക് വളരെ പെട്ടെന്ന് നമ്മുടെ വിവാഹ ആവശ്യമാകട്ടെ, വിദ്യാഭ്യാസ ആവശ്യമാകട്ടെ, മരുന്ന് വാങ്ങലാകട്ടെ, കടം വീട്ടലാവട്ടെ, ചെറുതും വലുതുമായ ജീവിത പ്രശ്നങ്ങളുടെ മുമ്പിൽ വളരെ പെട്ടെന്ന് നമുക്ക് ഓടിയെത്തി പരിഹരിക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക സ്രോതസ്സ് സഹകരണ മേഖല തന്നെയാണ്. സഹകരണ സ്ഥാപനങ്ങളിൽ വേലി തന്നെ വിളവ് തിന്നുന്നത് അവസാനിപ്പിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. ഭരണസമിതി പ്രസിഡന്റ്, ബോർഡ് അംഗങ്ങൾ, ബാങ്ക് സെക്രട്ടറി, ജീവനക്കാർ എന്നിവർ വായ്പ എടുത്താൽ കൃത്യമായി തിരിച്ചടയ്ക്കണം. കൂടാതെ അവർ എടുത്ത വായ്പ തുക, തിരിച്ചടവ്, കുടിശ്ശിക എന്നിവ വർഷാവസാന റിപ്പോർട്ടിൽ പ്രസിദ്ധീകരിക്കണം. 1969 സഹകരണ നിയമത്തിൽ ഭേദഗതി വരുത്തിയതോടെ പല കാര്യങ്ങളിലും മാറ്റം വന്നിട്ടുണ്ട്. കൺകറന്റ് ഓഡിറ്റിംഗ് പൂർണ്ണമായും ഇല്ലാതാക്കി. ഓഡിറ്റിങ്ങിലെ പിഴവുകളാണ് കരുവന്നൂർ അടക്കമുള്ള സംഘങ്ങളിൽ ക്രമക്കേടുകൾ ഉണ്ടാകാൻ കാരണമെന്നും മന്ത്രി പറഞ്ഞു. ഇനി മുതൽ സഹകരണ സ്ഥാപനങ്ങളിൽ ഓഡിറ്റിങ്ങിനായി പ്രത്യേക സംഘമുണ്ടാകും. അരൂർ MLA ദലീമ ജോജോ അധ്യക്ഷത വഹിച്ചു. ബാങ്ക് പ്രസിഡന്റ് N രൂപേഷ് സ്വാഗതം പറഞ്ഞു. സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ AS സാബു ലോഗോ പ്രകാശനം ചെയ്തു. ബാങ്കിൻ്റെ മുൻ പ്രസിഡന്റുമാരെ മുൻ MP AM ആദരിച്ചു. ജോയിന്റ് രജിസ്ട്രാർ VK സുബിന വായ്പ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ജോയിന്റ് ഡയറക്ടർ P സുനിൽകുമാർ മുൻ സെക്രട്ടറിമാരെ ആദരിച്ചു. മുടക്കം കൂടാതെ വായ്പ തിരിച്ചടച്ച അംഗങ്ങളെ KSTB ചെയർമാൻ CB ചന്ദ്രബാബു ആദരിച്ചു. രജിസ്ട്രാർ CS സന്തോഷ് ഡിജിറ്റൽ സേവനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. MG രാജേശ്വരി, N പ്രതീഷ് പ്രഭു തുടങ്ങിയവർ സംസാരിച്ചു. ടൈം ന്യൂസ്, തുറവൂർ. പലചരക്ക് കടയിലെ തറയിൽ നിന്ന് രക്തത്തിന് സമാനമായ ദ്രാവകം ഉയർന്നു പൊന്തിയത് ഭയവും ആശങ്കയും സൃഷ്ടിച്ചു. ചേർത്തല തണ്ണീർമുക്കം റോഡിൽ കട്ടച്ചിറ യുവതാര ജംഗ്ഷന് സമീപത്തുള്ള പലചരക്ക് കടയിലാണ് സംഭവം. തണ്ണീർമുക്കം റോഡിൽ കട്ടച്ചിറ യുവതാര ജംഗ്ഷന് സമീപത്തുള്ള പലചരക്ക് കടയിലാണ് സംഭവം. സമീപത്ത് തന്നെയുള്ള കളത്തൂർ തമ്പിയാണ് വർഷങ്ങളായി കട നടത്തിവരുന്നത്. കടയ്ക്കുള്ളിലെ തറയിൽ നിന്നും രക്തത്തിന് സമാനമായ ചുവന്ന നിറത്തിലുള്ള ദ്രാവകമാണ് തറയ്ക്കടിയിൽ നിന്ന് തിളയ്ക്കുന്നത് പോലെ പുറത്തേക്ക് ഒഴുകിയത്. തിങ്കളാഴ്ച വൈകിട്ട് കടയിലെത്തിയവരാണ് ഇത് ആദ്യം കണ്ടത്.
100 വർഷത്തോളം പഴക്കമുള്ള കെട്ടിടത്തിലാണ് കട പ്രവർത്തിക്കുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. സംഭവം പറഞ്ഞ നിരവധി പേർ കടയിലെത്തി. ചൊവ്വാഴ്ച രാവിലെ ചുവന്ന ദ്രാവകം വരുന്നത് നിലച്ചു. ഇനി ഉണ്ടാകുമോ എന്ന ആശങ്കയിലാണ് കടയുടമ തമ്പിയും ഭാര്യ സുശീലയും. വെള്ളം മേലോട്ട് പൊങ്ങണമെന്നുണ്ട്. സാധനം മേടിക്കാൻ വന്ന ഒരു പയ്യൻ പറഞ്ഞു അത് വെള്ളം വന്നിട്ടെന്ന് പറഞ്ഞു. അവൻ പറഞ്ഞപ്പോഴേ ഞങ്ങൾ കാണണം. അത് ആ കുടുംബത്തിൽ തുടക്കം നോക്കിയപ്പോഴാണ് ബ്ലഡ് സമാനമായ കളറ്. ബ്ലഡാണെന്ന് നമുക്ക് പറയാനൊക്കെ അല്ല. പിന്നെ അന്നേരം ഞങ്ങളത് തുടച്ച് കളഞ്ഞ് രാവിലെ വെളുപ്പിനെ 5 മണിക്ക് വന്ന് കഴുകി. അപ്പം എല്ലാവരും വന്ന് പറഞ്ഞ് കഴുകണ്ട, പഞ്ചായത്ത് പ്രസിഡന്റിനെയൊക്കെ അറിയിച്ചിട്ടുണ്ട്. അവർ വന്നിട്ട് അവർ പറയണ പോലെ ചെയ്തേ മതി എന്ന് പറഞ്ഞു. പഞ്ചായത്ത് പ്രസിഡന്റ് ജി ശശികല, വൈസ് പ്രസിഡന്റ് ഷൈമോൾ കലേഷ്, പഞ്ചായത്ത് അംഗം ഷാജിമോൻ ഉൾപ്പെടെയുള്ളവർ കടയിലെത്തി വിവരങ്ങൾ ശേഖരിച്ചു. പഞ്ചായത്തിൽ നിന്ന് ആരോഗ്യ വിഭാഗം ജീവനക്കാരെത്തി പരിശോധന നടത്തി. ദ്രാവകം ഒപ്പിയെടുത്ത തുണി അവർ കൂടുതൽ പരിശോധനയ്ക്കായി കൊണ്ടുപോയി. രക്തത്തിന് സമാനമായ ദ്രാവകം എന്താണെന്നും എന്തുകൊണ്ടാണ് തറയിൽ നിന്ന് പുറത്തേക്ക് ഒഴുകിയതെന്നും പറയാൻ ശാസ്ത്രീയ പരിശോധന വേണമെന്ന അഭിപ്രായവും ഉയരുന്നുണ്ട്. ടൈം ന്യൂസ്, ചേർത്തല. കുട്ടാട് പച്ചയിൽ ATM തകർത്ത് പണം കവർച്ച നടത്താൻ ശ്രമം. ഫെഡറൽ ബാങ്കിൻ്റെ ATMിൽ നിന്നാണ് പണം കവർച്ച നടത്താൻ ശ്രമം നടത്തിയത്. പോലീസ് എത്തിയതോടെ മോഷ്ടാവ് രക്ഷപ്പെട്ടു. കുട്ടനാട് പച്ചയിൽ ATM തകർത്ത മോഷണശ്രമം. ഫെഡറൽ ബാങ്ക് പച്ച ചക്കിടിക്കാട് ശാഖയിലെ ATM തകർത്താണ് മോഷണശ്രമം നടന്നത്. ചൊവ്വാഴ്ച പുലർച്ചെ 2 മണിയോടെയാണ് സംഭവം. ATM തകർക്കുന്നതിനിടയിൽ ബാങ്ക് ഹെഡ് ഓഫീസിൽ ലഭിച്ച സിഗ്നലിനെ തുടർന്ന് അധികൃതർ പോലീസുമായി ബന്ധപ്പെട്ടു. പോലീസ് സംഭവ സ്ഥലത്തെത്തിയപ്പോഴേക്കും മോഷ്ടാവ് ശ്രമം ഉപേക്ഷിച്ച് കടന്നിരുന്നു. പോലീസ് പച്ചയിലെ ബാങ്ക് ജീവനക്കാരെ വിളിച്ചു വരുത്തിയ ശേഷം CCTV ദൃശ്യം പരിശോധിച്ചു. റെയിൻകോട്ട് കൊണ്ട് ശരീരം പൂർണ്ണമായും മറച്ച വ്യക്തി കൃത്യം നടത്തിയ ശേഷം റോഡിന് കുറുകെ ഇടവഴിയിലൂടെ നടന്നു പോകുന്നതായി ദൃശ്യത്തിലുണ്ട്. പ്രദേശത്തെ മറ്റ് CCTV ദൃശ്യങ്ങളും പോലീസ് പരിശോധിക്കും. ടൈം ന്യൂസ്, ആലപ്പുഴ. FSCTയുടെ നേതൃത്വത്തിൽ ആലപ്പുഴയിൽ സെമിനാർ സംഘടിപ്പിച്ചു. അടിയന്തരാവസ്ഥ ജനാധിപത്യത്തിൻ്റെ 50 വർഷങ്ങൾ എന്ന വിഷയത്തിലായിരുന്നു സെമിനാർ സംഘടിപ്പിച്ചത്. FSCTOയുടെ നേതൃത്വത്തിൽ അടിയന്തരാവസ്ഥ ജനാധിപത്യത്തിന്റെ 50 വർഷം ജില്ലാതല സെമിനാർ സംഘടിപ്പിച്ചു. ജനാധിപത്യ ഇന്ത്യയെ അർദ്ധ ഫാസിസ്റ്റ് വാഴ്ചയിലേക്ക് നയിച്ച അടിയന്തരാവസ്ഥയുടെ 21 മാസക്കാലം പൗരാവകാശങ്ങൾ റദ്ദു ചെയ്ത ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ ഒന്നൊന്നായി കവർന്നെടുത്തു. ഈ ജനാധിപത്യ ധ്വംസനത്തിന്റെ 50 വർഷം പൂർത്തിയാക്കിയ അവസരത്തിൽ FSCTOയുടെ നേതൃത്വത്തിൽ അർദ്ധ ഫാസിസത്തിൽ നിന്ന് നവഫാസിസത്തിലേക്ക് എന്ന വിഷയത്തിൽ നടന്ന സെമിനാർ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് മുൻ ഡയറക്ടർ പ്രൊഫസർ വി കാർത്തികേയൻ നായർ ഉദ്ഘാടനം ചെയ്തു. ശ്യാമപ്രസാദ് മുഖർജിയുടെയും RSSന്റെയും നേതൃത്വത്തിലായിരുന്നു ഹിന്ദു മഹാമണ്ഡലം എന്നൊരു സംഘടന ഉണ്ടാക്കി. ഹിന്ദു മഹാമണ്ഡലം 75 കൊല്ലത്തിന് ശേഷം ഇപ്പോഴും പ്രസക്തമായ കാര്യമായതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഹിന്ദു മഹാമണ്ഡലം 1935 ഇന്ത്യ ഗവൺമെന്റ് നിയമപ്രകാരമാണ് നാട്ടുരാജ്യങ്ങളെ യോജിപ്പിച്ചുകൊണ്ട് ഇന്ത്യൻ ഭരണ സംവിധാനത്തിനകത്ത് ഫെഡറൽ സംവിധാനത്തിനകത്ത് 2 സഭകളുള്ള 2 ചേംബറുകളുള്ള ഒരു കേന്ദ്ര പാർലമെന്റ് രൂപീകരിക്കാൻ തീരുമാനിച്ചു. അതിന് അപ്പർ ചേംബർ എന്ന് പറയുന്ന കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ്, അത് നാട്ടുരാജ്യങ്ങളുടെ പ്രതിനിധികളായിരിക്കണം. 1924 ചേംബർ ഓഫ് പ്രിൻസസ് എന്നൊരു സംഘടന ഉണ്ടാക്കി. നാട്ടുരാജ്യങ്ങളുടെ FSCTO ജില്ലാ പ്രസിഡന്റ് PD ജോഷി അധ്യക്ഷനായ യോഗത്തിൽ KGOA സംസ്ഥാന വൈസ് പ്രസിഡന്റ് CK ഷിബു അഭിവാദ്യം ചെയ്തു. അടിയന്തരാവസ്ഥാ കാലത്തെ സർവീസ് സംഘടനാ പ്രവർത്തകരായിരുന്ന NGO യൂണിയൻ മുൻകാല നേതാവ് N പവിത്രൻ, അധ്യാപക സംഘടനാ മുൻകാല നേതാവ് NP രവീന്ദ്രനാഥ് എന്നിവർ സംസാരിച്ചു. FSCTO ജില്ലാ സെക്രട്ടറി C സിലീഷ് സ്വാഗതവും ട്രഷറർ J പ്രശാന്ത് ബാബു നന്ദിയും പറഞ്ഞു. ടൈം ന്യൂസ്, ആലപ്പുഴ. കേരള പ്രൊഫഷണൽ ഡ്രാമ ചേംബറിൻ്റെ 22ാം സംസ്ഥാന സമ്മേളനം അമ്പലപ്പുഴയിൽ നടന്നു. H സലാം MLA ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. പ്രൊഫഷണൽ നാടക സംഘാടകരുടെ ഏക സംഘടനയായ കേരള പ്രൊഫഷണൽ ഡ്രാമ ചേംബറിൻ്റെ 22ാം സംസ്ഥാന സമ്മേളനം നടന്നു. അമ്പലപ്പുഴ കോറൽ ഹൈറ്റ്സിൽ നടന്ന സമ്മേളനം H സലാം MLA ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കേരളത്തിൻ്റെ ചരിത്ര വഴിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നാടകം.
അത് എത്രമാത്രം സ്വാധീനമുള്ളതാണെന്ന് നിങ്ങളോട് ഈ സദസ്സിനോട് ഞാൻ പറയുന്നത് ഒരധികമായിരിക്കും. ധൈര്യപൂർവ്വം നമ്മൾ ജീവിക്കുന്ന വ്യവസ്ഥയോട് പൊരുതാൻ ഒരു സമൂഹത്തെ പ്രാപ്തമാക്കിയതാണ് കേരളത്തിലെ നാടക പ്രസ്ഥാനം. എല്ലാ അർത്ഥത്തിലും ഇന്ന് കാണുന്ന പോലെ നമ്മൾ ജീവിക്കുന്ന കേരളം മനോഹരമായ കേരളമായി മാറിയെന്ന് നമ്മളെല്ലാം ഇങ്ങനെ അഭിമാനത്തോടെ പറയുമ്പോൾ പറയുന്ന ആ ഒരു കാര്യത്തിൽ ഏറ്റവും മുഖ്യമായ ഒരു പ്രചോദന കേന്ദ്രം കേരളത്തിലെ നാടക പ്രസ്ഥാനമാണ്, അല്ലെങ്കിൽ മറ്റ് സാഹിത്യ മേഖലയാണ്, കഥാപ്രസംഗങ്ങൾ, ഇതെല്ലാമാണ്. നമ്മുടെ സമൂഹത്തിലെ അക്ഷരാഭ്യാസമില്ലാത്ത മനുഷ്യനെ പോലും, അത് പ്രധാനമാണ്, പുസ്തകം വായിച്ച് പഠിച്ചിട്ടല്ല ഈ നാട്ടിലെ കർഷക തൊഴിലാളിയും മത്സ്യത്തൊഴിലാളിയും പാവപ്പെട്ട തൊഴിലാളി വിഭാഗത്തിൽപ്പെടുന്ന മനുഷ്യർ പുസ്തകം മേടിച്ച് വായിച്ച് പഠിച്ചിട്ടല്ല അവൻ ജീവിക്കുന്ന സമൂഹത്തെ തെറ്റുകളോട് പൊരുതണം, അതിന് ജീവൻ കൊടുത്തും പൊരുതണമെന്ന ചിന്ത ആ സമൂഹത്തിന് മനസ്സിൽ സൃഷ്ടിക്കപ്പെട്ടത് അങ്ങനെയല്ല. നെയ്യാറ്റിൻകര പത്മകുമാർ അധ്യക്ഷനായി. സഹീർ അലി, പ്രമോദ് വെളിയനാട്, രാജേഷ് ഇരുളം, ഹേമന്ത് കുമാർ, രമേശൻ ബ്രഹ്മ, രമേശൻ രംഗഭാഷ, വേണു രംഗഭാഷ, സുരീഷ്, മനേഷ്, സുദർശനൻ വർണ്ണം എന്നിവരെ കേരള സംഗീത നാടക അക്കാദമി സെക്രട്ടറി കരിവള്ളൂർ മുരളി ആദരിച്ചു. പയ്യന്നൂർ മുരളി ആമുഖ പ്രഭാഷണം നടത്തി. CR മഹേഷ് MLA, ചേംബർ രക്ഷാധികാരി C രാധാകൃഷ്ണൻ, വത്സൻ നിസരി, അപ്പു കുളനട, ധനൻ K ചെട്ടിയാഞ്ചേരി, അഷറഫ് മുഹമ്മദ് എന്നിവർ സംസാരിച്ചു. ജനറൽ സെക്രട്ടറി ദിലീപ് സിതാര സ്വാഗതവും മനോജ് കുമാർ ചന്ദ്രകാന്ത നന്ദിയും പറഞ്ഞു. ടൈം ന്യൂസ്, അമ്പലപ്പുഴ. CPI ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട അഡ്വക്കേറ്റ് S സോളമൻ രക്തസാക്ഷി മണ്ഡപങ്ങളിൽ പുഷ്പാർച്ചന നടത്തി. പുന്നപ്ര രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയ്ക്ക് ശേഷം രാവിലെ വയലാർ ബലികുടീരത്തിലെത്തി പുഷ്പചക്രം അർപ്പിച്ചു. CPI ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട അഡ്വക്കേറ്റ് S സോളമൻ രക്തസാക്ഷി മണ്ഡപങ്ങളിൽ പുഷ്പാർച്ചന നടത്തി. രാവിലെ പുന്നപ്ര രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം 10:30 വയലാർ രക്തസാക്ഷി മണ്ഡപത്തിലെത്തി. പ്രവർത്തകരും നേതാക്കളും അടക്കം നിരവധി പേർ മുദ്രാവാക്യം വിളിയോടെ സ്വീകരിച്ചു. തുടർന്ന് മണ്ഡപത്തിൽ രക്തസാക്ഷികൾക്ക് പുഷ്പചക്രം അർപ്പിച്ചു. CPI നേതാവായിരുന്ന CK ചന്ദ്രപ്പൻ്റെ വയലാറിലെ കുന്തിരിശ്ശേരി തറവാട്ടിലും മുൻമന്ത്രി P തിലോത്തമൻ്റെ വീട്ടിലും S സോളമൻ സന്ദർശനം നടത്തി. മുൻ ജില്ലാ സെക്രട്ടറിയും AITUC സംസ്ഥാന പ്രസിഡന്റുമായ TJ ആഞ്ചലോസ്, KLDC ചെയർമാൻ PV സത്യനേശൻ, ദേശീയ കൗൺസിൽ അംഗം TT ജിസ്മോൻ, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ശിവപ്രസാദ്, ചേർത്തല മണ്ഡലം സെക്രട്ടറി MC സിദ്ധാർത്ഥൻ, KB ബിമൽ റോയ്, S പ്രകാശൻ, ബൈ രഞ്ജിത്ത്, K ഉമയാഷൻ, PD ബിജു, PD ഗഗാറിൻ, PM വിദ്യാധരൻ, ദീപ്തി അജയകുമാർ, സന്ധ്യ ബെന്നി തുടങ്ങിയവർ ഒപ്പമുണ്ടായിരുന്നു. ടൈം ന്യൂസ്, ചേർത്തല. ആലപ്പുഴ നഗരത്തിലെ ഗതാഗത കുരുക്ക് മിന്നൽ വേഗത്തിൽ പരിഹരിച്ചിരുന്ന മിന്നൽ മോഹൻദാസ് ഓർമ്മയായി. ആലപ്പുഴ നഗരത്തിലൂടെ കടന്നുപോയിട്ടുള്ളവർ മോഹൻദാസിനെ മറക്കില്ല. BSF ജവാനായിരുന്ന മോഹൻദാസ് 2010 മുതലാണ് ആലപ്പുഴ നഗരത്തിലെ ഗതാഗത നിയന്ത്രണ സംവിധാനത്തിൽ സജീവമായത്. ആലപ്പുഴ നഗരത്തിൽ മിന്നൽ വേഗത്തിൽ ഗതാഗതം നിയന്ത്രിച്ച ശ്രദ്ധ നേടിയ ഹോംഗാർഡ് പുന്നപ്ര വെളിയിൽ K മോഹൻദാസ് ഓർമ്മയായി. 58 വയസ്സായിരുന്നു. അതിർത്തി രക്ഷാ സേനയിൽ നിന്നും വിരമിച്ച ശേഷമാണ് ഇദ്ദേഹം ഹോംഗാർഡായത്. ഗതാഗതക്കുരുക്ക് എത്ര തന്നെയാണെങ്കിലും സ്ഥലത്ത് ഓടി നടന്ന മിന്നും വേഗത്തിൽ കുരുക്കഴിക്കുന്നതിലൂടെയാണ് മോഹൻദാസ് വാർത്തകളിൽ നിറഞ്ഞത്. 20 വർഷത്തിലേറെ നീണ്ട അതിർത്തി രക്ഷാ സേനയിലെ സേവനത്തിന് ശേഷമാണ് 2010 ആലപ്പുഴ നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ഹോംഗാർഡായി ജോലിയിൽ പ്രവേശിച്ചത്. പിന്നീട് ട്രാഫിക് സ്റ്റേഷനിലേക്ക് മാറി. ട്രാഫിക് നിയമം അനുസരിച്ച് വണ്ടി ഓടില്ല, ഇതേപോലെ നിന്നാലേ കാര്യമുള്ളൂ എന്നാണ് തൻ്റെ പ്രകടനത്തെപ്പറ്റി മോഹൻദാസ് പറഞ്ഞിട്ടുള്ളത്. ജോലി തുടങ്ങിയാൽ പിന്നെ മഴയും വെയിലും തിരക്കുമൊന്നും മോഹൻദാസിന് പ്രശ്നമല്ലായിരുന്നു. സേവനത്തിലുള്ള അംഗീകാരമായി പുരസ്കാരങ്ങളും ഇദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. ശ്വാസമുട്ടലിനെ തുടർന്ന് ഒരാഴ്ചക്കാലം അമ്പലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയ്ക്ക് ശേഷം വീട്ടിൽ വിശ്രമത്തിലായിരുന്ന ഇദ്ദേഹം തിങ്കളാഴ്ച വൈകുന്നേരമാണ് മരിച്ചത്. പരേതരായ കരുണാകരൻ്റെയും സാവിത്രിയുടെയും മകനാണ്. സുലഭയാണ് ഭാര്യ. സുനിത, മഞ്ജു എന്നിവർ മക്കളും. മഹേഷ് മരുമകനുമാണ്. സംസ്കാരം ചൊവ്വാഴ്ച വീട്ടുവളപ്പിൽ നടന്നു. ടൈം ന്യൂസ്, ആലപ്പുഴ. CPM അമ്പലപ്പുഴ പുന്നപ്ര ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിജയോത്സവം സംഘടിപ്പിച്ചു. H സലാം MLA ഉദ്ഘാടനം ചെയ്തു. SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കാനാണ് വിജയോത്സവം ഒരുക്കിയത്. SSLC+2 ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ CPIM പുന്നപ്ര വടക്ക് ലോക്കൽ കമ്മിറ്റി അനുമോദിച്ചു. വിജയോത്സവം എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി H സലാം MLA ഉദ്ഘാടനം ചെയ്തു. ആയിരക്കണക്കിന് കോടി രൂപയാണ് കേരളത്തിലെ വിദ്യാഭ്യാസത്തിന് നമ്മൾ ചെലവഴിക്കപ്പെടുന്നത്. അത് ഈ നാട്ടിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യരും നൽകുന്ന
നികുതി പണം ഉപയോഗിച്ചാണ് നമ്മുടെ ഒരു വിദ്യാഭ്യാസ സിസ്റ്റം നോക്കിയാൽ ചെലവഴിക്കപ്പെടുന്നത് അങ്ങനെയാണ്. ആരോഗ്യ മേഖല നോക്കിയാൽ ചെലവഴിക്കപ്പെടുന്ന പൈസ അങ്ങനെയാണ്. ഗവൺമെന്റ് എന്ന നിലയ്ക്ക് ചെലവഴിക്കപ്പെടുന്ന ഏത് ഗവൺമെന്റ് ആണെങ്കിലും അങ്ങനെ സമാഹരിക്കപ്പെടുന്ന നികുതി പണമാണ് ഇതെല്ലാം ചെലവഴിക്കപ്പെടുന്നത്. അങ്ങനെയാണ് ഞാൻ പറയുന്നത്. നമ്മൾ കേരളത്തിലാണ് ഇതുപോലെ മികച്ച വിദ്യാഭ്യാസ സംവിധാനമുള്ളത്. അതിന് ചരിത്രപരമായ കാരണം സ്വാഭാവികമായിട്ട് കേരളത്തിലുണ്ട്. നമ്മുടെ കേരളത്തിലാണ് സൗജന്യവും സാർവത്രികമായ വിദ്യാഭ്യാസ ക്രമം രൂപപ്പെട്ടിരിക്കുന്നത്. ലോക്കൽ കമ്മിറ്റി ഓഫീസ് അങ്കണത്തിൽ നടത്തിയ പരിപാടിയിൽ CITU ഏരിയ സെക്രട്ടറി J. ജയകുമാർ അധ്യക്ഷനായി. DYFI കേന്ദ്ര കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് R. രാഹുൽ, ജില്ലാ പഞ്ചായത്ത് അംഗം ഗീതാ ബാബു, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് AP സരിത, DYFI ബ്ലോക്ക് പ്രസിഡന്റ് A. അരുൺലാൽ എന്നിവർ പങ്കെടുത്തു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി R. അശോക് കുമാർ സ്വാഗതം പറഞ്ഞു. ടൈം ന്യൂസ്, ആലപ്പുഴ. ചേർത്തല ടൗൺ റോട്ടറി ക്ലബിൻ്റെ നേതൃത്വത്തിൽ ഇക്കൊല്ലം നടപ്പാക്കുന്ന സേവന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നടന്നു. അരൂർ MLA ദലീമ ജോജോ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ചേർത്തല ടൗൺ റോട്ടറി ക്ലബിന്റെ ഈ വർഷത്തെ സർവീസ് പ്രൊജക്ടുകളുടെ ആരംഭം നടന്നു. എല്ലാ വർഷവും ജൂലൈ 1 ആരംഭിക്കുന്ന റോട്ടറി വർഷത്തെ സേവന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ചേർത്തല ടൗൺ റോട്ടറി ക്ലബ് നിയുക്ത പ്രസിഡന്റ് ജോസഫ് കുര്യന്റെ അധ്യക്ഷതയിൽ റോട്ടറി ടൗൺ ഹാളിൽ നടന്ന ചടങ്ങിൽ അരൂർ MLA ദലീമ ജോജോ നിർവഹിച്ചു. വളരെ വലിയ സന്തോഷമാണ്. ഞാൻ ടീനയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ വളരെ നിഷ്കളങ്കയായിട്ടുള്ള, മറ്റുള്ളവരോട് നല്ല സ്നേഹവും കരുതലുമുള്ള ശക്തയായിട്ടുള്ള ഒരു വനിതയാണ്. അപ്പോൾ അത് കിട്ടിയതൊരു ഭാഗ്യം ഞാൻ എപ്പോഴും ചിന്തിക്കാം. ഞങ്ങൾ ഒരുമിച്ച് ഗൾഫിലൊക്കെ പോയിരുന്നു. റോട്ടറി ക്ലബിൻ്റെ പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ സന്തോഷവാന്മാരായിട്ട് പോയി കുറേ നല്ല കാര്യങ്ങൾ. ചടങ്ങിൽ മുൻ പ്രസിഡന്റ് NG നായർ, അസിസ്റ്റന്റ് ഗവർണർ ഡോക്ടർ അനിൽ വിൻസെന്റ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. റോട്ടറി ടൗൺ ഹാളിൽ നടന്ന ചടങ്ങിൽ കിടപ്പ് രോഗിയായ യുവാവിന് താങ്ങിയിരിക്കാൻ ഉതകുന്ന വീൽ ചെയർ നൽകി. അതോടൊപ്പം മറ്റ് 2 കിടപ്പ് രോഗികൾക്ക് ക്രമീകരിക്കാവുന്ന കട്ടിലുകളും എയർബെഡുകളും ഇതോടൊപ്പം വിതരണം ചെയ്തു. ജൂലൈ 1 ദേശീയ ഡോക്ടർ ദിനമായി ആചരിക്കുന്നതിന്റെ ഭാഗമായി ക്ലബ് അംഗങ്ങളും അവരുടെ കുടുംബാംഗങ്ങളുമായ ഡോക്ടർമാരെ ആദരിച്ചു. അതോടൊപ്പം KVM കിൻഡർ, ശ്രീനാരായണ മെഡിക്കൽ മിഷൻ, ഗ്രീൻ ഗാർഡൻസ് എന്നീ ഹോസ്പിറ്റലുകളിലെയും ചേർത്തല ഗവൺമെന്റ് ഹോസ്പിറ്റലിലെയും ഡോക്ടർമാരെയും പൂച്ചെണ്ടും ഉപഹാരവും നൽകി ആദരിച്ചു. പൊതുജനങ്ങൾക്കായി ചേർത്തല റെയിൽവേ സ്റ്റേഷൻ, ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, വയലാർ ആയുർക്ഷേത്ര ഹോസ്പിറ്റൽ എന്നിവിടങ്ങളിൽ ബ്ലഡ് പ്രഷർ പരിശോധന ക്യാമ്പ് നടത്തി. ആയുർക്ഷേത്ര നഴ്സിംഗ് കോളേജിലെ കുട്ടികൾ ഇതോടനുബന്ധിച്ച് ഫ്ലാഷ് മോബും നടത്തി. ഉച്ചയ്ക്ക് തുറവൂർ സാൻ ജോസഫൻ ഭിന്നശേഷിക്കാരുടെ സ്കൂളിൽ റോട്ടറി അംഗങ്ങൾ കുട്ടികളോടൊപ്പം ഭക്ഷണം കഴിച്ചു. പള്ളിത്തോട് സെന്റ് സെബാസ്റ്റ്യൻ ഹൈസ്കൂളിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ 20 കുട്ടികൾക്ക് റൊട്ടേറിയൻ സുനിൽ തോമസ് ക്യാഷ് അവാർഡ് നൽകി ആദരിച്ചു. ഉച്ചയ്ക്ക് ശേഷം ചേർത്തല ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി സ്കൂളിൽ റൊട്ടേറിയൻ ഡോക്ടർ വേണുഗോപാലിന്റെ മോട്ടിവേഷൻ ക്ലാസും റൊട്ടേറിയൻ ഷമി ജോസഫിന്റെ പരിസ്ഥിതി ബോധവൽക്കരണ ക്ലാസും നടന്നു. ടൈം ന്യൂസ്, ചേർത്തല. ചേർത്തല CK ചന്ദ്രപ്പൻ ലൈബ്രറിയുടെ നേതൃത്വത്തിൽ വായനാ പക്ഷാചരണം സംഘടിപ്പിച്ചു. പുസ്തകങ്ങളുടെ അവലോകനവും ഇതോടൊപ്പം നടന്നു. CK ചന്ദ്രപ്പൻ ലൈബ്രറിയുടെ നേതൃത്വത്തിൽ നടത്തിയ വായനാ പക്ഷാചരണവും പുസ്തക അവലോകനവും CPI ചേർത്തല മണ്ഡലം സെക്രട്ടറി MC സിദ്ധാർത്ഥൻ ഉദ്ഘാടനം ചെയ്തു. പുസ്തകങ്ങളുടെ എണ്ണം പരിശോധിച്ചാൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ പുസ്തകം സംഭരിച്ചിട്ടുള്ള ഒരു സംസ്ഥാനം നമ്മുടെ കേരളം. അതിന്റെ പ്രയോജനം ഈ കേരളത്തില് ജനിച്ച് വളരുന്ന എല്ലാ ജനവിഭാഗങ്ങൾക്കും അതിന്റെ പ്രയോജനം ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. CK കുമാരപ്പണിക്കർ സ്മാരക മന്ദിരത്തിൽ നടന്ന സമ്മേളനത്തിൽ പ്രസിഡന്റ് CS സച്ചിത് അധ്യക്ഷത വഹിച്ചു. റഷ്യൻ ഭാഷയിലുള്ള 5 പുസ്തകങ്ങൾ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത CS സുരേഷിനെ ആദരിച്ചു. സെക്രട്ടറി U മോഹൻ, താലൂക്ക് ലൈബ്രറി കൗൺസിൽ ജോയിന്റ് സെക്രട്ടറി PM പ്രമോദ്, താലൂക്ക് ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം KV മധുപാൽ, ഗീതാ തുറവൂർ, P പ്യാരിലാൽ, G അശോകൻ, അഡ്വക്കേറ്റ് ജോസ് പിയൂസ്, K ഉമയാക്ഷൻ എന്നിവർ സംസാരിച്ചു. ടൈം ന്യൂസ്, ചേർത്തല. AS കനാലിനെ 2ആയി വേർപെടുത്തുന്ന ദേശീയപാത കഞ്ഞിക്കുഴി ഭാഗത്ത് പാലം നിർമ്മിക്കണമെന്ന ആവശ്യം ശക്തിപ്പെടുന്നു. ദേശീയപാത നിർമ്മാണം പൂർത്തിയാവുന്നതോടെ പാലത്തിന്റെ നിർമ്മാണവും പൂർത്തിയാക്കാൻ നടപടി വേണമെന്ന് AS കനാൽ സംരക്ഷണ സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. NH66 വികസനവുമായി ബന്ധപ്പെട്ട് കഞ്ഞിക്കുഴിയിലൊരു പാലം അത്യാവശ്യമാണെന്നാണ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. കാരണം എന്തെന്ന് വെച്ചാൽ ചേർത്തലയിലെ കനാൽ പ്രവർത്തനത്തെ അത് സാരമായി ബാധിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ ഇപ്പോൾ ചേർത്തലയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരു ചേർത്തലയും ആലപ്പുഴയുമായി ബന്ധിപ്പിക്കുന്ന ഒരു ടൂറിസം പദ്ധതിയൊക്കെ ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഈ കനാലിൽ ഒഴുക്ക് തടസ്സപ്പെടുത്തുന്നത് മൂലം
പിന്നെ മാലിന്യം കെട്ടിക്കിടന്നിട്ട് അത് ധാരാളം ആളുകൾക്ക് രോഗഭീഷണി മുന്നോട്ട് വരുന്നു, രോഗങ്ങളുണ്ടാകുന്ന സാധ്യതയുണ്ട്. പിന്നെ ഞങ്ങളുടെ പടിഞ്ഞാറ് മേഖല, ഹൈവേക്ക് പടിഞ്ഞാറ് മേഖല വെള്ളക്കെട്ട് ഭീഷണിയുമാണ്. അപ്പോൾ ഏറ്റവും അത്യാവശ്യം ഞങ്ങൾക്ക് അവിടെ ഒരു പാലം വേണം. എല്ലാവർക്കും ചേർത്തലക്കാരുടെ ഐക്യകണ്ഠേന ഒരു ആവശ്യമാണ് അവിടെ ഒരു കഞ്ഞിക്കുഴിയിൽ ഒരു പാലം വേണമെന്നുള്ളത്. അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ബഹുമാനപ്പെട്ട മന്ത്രി പ്രസാദ് സാറിന്, ബഹുമാനപ്പെട്ട MP-ക്ക്, പിന്നെ ആലപ്പുഴ MLA-ക്ക്, അങ്ങനെ എല്ലാ സ്ഥലത്തും ഞങ്ങൾ ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് നിവേദനം കൊടുത്തിട്ടുണ്ട്. NH-യുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ആപ്ലിക്കേഷനെല്ലാം കൊടുത്തപ്പോഴേക്കും അവർ പറഞ്ഞത് ചരിത്രം നോക്കുമ്പോഴേക്കും ഈ പ്രദേശത്ത് വെള്ളപ്പൊക്കം ഉണ്ടായിട്ടില്ല എന്നാണ് NH പറയുന്നത്. പക്ഷേ അത് ശരിയല്ല. കാരണം 1967 വലിയൊരു വെള്ളപ്പൊക്കം ഈ ചേർത്തല ഭാഗത്ത് ഉണ്ടായിട്ടുള്ളതാണ്. അപ്പം ഇപ്പോഴത്തെ അവസ്ഥയെന്ന് പറഞ്ഞാൽ അവർ ആ തൽസ്ഥിതി തുടരും എന്നാണ് അവർ പറയുന്നത്. തൽസ്ഥിതി തുടരുമെന്ന് പറയുമ്പോഴേക്കും നമുക്കിപ്പോൾ ഒരു വെള്ളപ്പൊക്കം ഉണ്ടാവുകയാണെങ്കിൽ നമുക്കൊരു JCB കൊണ്ട് ആ ഹൈവേ പൊട്ടിച്ച് നമുക്ക് ആ വെള്ളം ഒഴുക്കാം, ഇൻ കേസ് വലിയൊരു പ്രളയമോ വല്ലതും ഉണ്ടാവുകയാണെങ്കിൽ. പക്ഷേ ഇവിടെ എന്താ സംഭവിക്കുന്നത്, NH-ൻ്റെ നവീകരണം പൂർത്തിയാകുമ്പോൾ രണ്ട് സൈഡിലും വലിയ പൊക്കമുള്ള പ്രൊട്ടക്ഷൻ വാള്, കോമ്പൗണ്ട് വാള് കെട്ടിത്തിരിക്കുന്നുണ്ട്. അത് കോൺക്രീറ്റ് ചെയ്ത് കമ്പിയൊക്കെ ഇട്ടിട്ട് കോൺക്രീറ്റ് ചെയ്ത് ശക്തമായിട്ട് ബലപ്പെടുത്തിയാണ് അത് വരുന്നത്. അപ്പോൾ ഒരു വെള്ളപ്പൊക്കം ഉണ്ടാവുകയാണെങ്കിൽ നമുക്കൊരു JCB കൊണ്ട് പെട്ടെന്ന് ഈ ഒരു നമുക്ക് NH പൊട്ടിച്ച് നമുക്ക് വെള്ളം വിടാനുള്ളൊരു സാധ്യത അവിടെ ഇല്ല. തൽസ്ഥിതി എന്ന് പറയുമ്പോഴേക്കും തൽസ്ഥിതിയിൽ അവിടെ നമുക്ക് കോമ്പൗണ്ട് വാളൊന്നുമില്ല. പൂർത്തിയാകുമ്പോഴേക്കും ഇതാണ് അവിടെ പ്രശ്നം വരുന്നത്. കഞ്ഞിക്കുഴി ചേർത്തല AS കനാലിലെ പാല നിർമ്മിതിയുമായി ബന്ധപ്പെട്ട NH-66 വിസ്തൃതിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി ജോലികൾ പുരോഗമിച്ചു വരുന്ന ഈ സാഹചര്യത്തിൽ കഞ്ഞിക്കുഴിയിൽ പാലം നിർമ്മിച്ച കനാലുകളെ യോജിപ്പിക്കുക എന്നും കനാൽ രണ്ടായി വേർപെട്ട നിലയിലായതുകൊണ്ട് തന്നെ ഈ വിഷയം പല പ്രാവശ്യം NHAയോട് ആവശ്യപ്പെട്ടിട്ടും നടപടി ഉണ്ടായിട്ടില്ല എന്നും AS കനാൽ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കഞ്ഞിക്കുഴിയിൽ കനാൽ വേർപെട്ട അവസ്ഥ തുടർന്നാൽ കനാൽ മാലിന്യ കൂമ്പാരമായി മാറുകയും സ്വച്ഛ് ഭാരത് മിഷൻ പ്രവൃത്തികൾക്ക് തടസ്സമാവുകയും ചെയ്യും. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് ഇത് തടസ്സമാകും. നിരവധി കുടുംബങ്ങൾ താമസ സ്ഥലങ്ങളിൽ നിന്നും മാറി താമസിക്കേണ്ട സാഹചര്യം ഉണ്ടാവും. കൊച്ചി, കോട്ടയം, ആലപ്പുഴ ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ഏറ്റവും കുറഞ്ഞ ജലപാതയാണിത്. ആഹ്വാനം വായനശാലയ്ക്ക് സമീപം AS കനാൽ പ്രൊജക്ടിന്റെ ഭാഗമായി കനാലിന് കുറുകെ നിർമ്മിക്കുന്ന പാലത്തിന്റെ പ്രസക്തി ഇല്ലാതെയാകും. വിനോദസഞ്ചാരത്തിന് ഏറെ സാധ്യതകൾ AS കനാലിന് ഉണ്ട്. അതിന്റെ സാധ്യത ഇല്ലാതാകും. ഉൾനാടൻ ജലഗതാഗതം എന്ന സാധ്യതയും ഇല്ലാതെയാവും. NH-66 തൽസ്ഥിതി തുടർന്നാൽ വെള്ളപ്പൊക്കമുണ്ടായാലും കനാലിലെ വെള്ളം ഒഴുകുന്നതിന് തടസ്സമില്ല. NH-66ന്റെ പണി പൂർത്തീകരിക്കുമ്പോൾ അത് സാധ്യമല്ല. കനാൽ തീരം വെള്ളപ്പൊക്കക്കെടുതിയിൽ ആവുകയും ചെയ്യും. ഇതിന് 1967 AS കനാൽ തീരത്തെ പ്രളയക്കെടുതികൾ ഉദാഹരണമാണ്. AS കനാൽ തീരത്തെ റോഡുകൾ ചേർത്തലയിൽ നിന്ന് ആലപ്പുഴയ്ക്കുള്ള ഒരു സമാന്തര പാതയാണ്. അതുകൊണ്ട് തന്നെ NH-66 സർവീസ് റോഡിന്റെ പോരായ്മ പരിഹരിക്കാം. ജനസാന്ദ്രത വളരെ കൂടുതലുള്ള ആലപ്പുഴ ജില്ലയിലെ വികസന പ്രവർത്തനങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കപ്പെടും. NH-66 നിർമ്മാണം പൂർത്തിയാകുമ്പോൾ ആഞ്ഞിലിപ്പാലം ലെവൽ ക്രോസ് ഗതാഗതക്കുരുക്കിലകപ്പെടും. അത് പരിഹരിക്കുവാൻ ആഞ്ഞിലിപ്പാലത്ത് റെയിൽവേ മേൽപ്പാലം നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും NH-66 പാലം നിർമ്മിക്കുന്നതിനും ആഞ്ഞിലിപ്പാലം ലെവൽ ക്രോസിൽ മേൽപ്പാലം നിർമ്മിക്കുന്നതിനും അധികാരികൾ വേണ്ട നടപടി സ്വീകരിക്കണമെന്ന് AS കനാൽ കമ്മിറ്റി ഭാരവാഹികളായ സോബിനസ്, MSCB, സതീശൻ M, മാധുരി സാബു, ഷാജി ജോസഫ്, ശിവൻപിള്ള തുടങ്ങിയവർ ചേർത്തലയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കരിദിനം ആചരിച്ചു. ചേർത്തലയിൽ നിരവധി പെൻഷൻകാർ പങ്കെടുത്തു. പെൻഷൻ പരിഷ്കരണ നടപടികൾ നടപ്പാക്കാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു കരിദിനാചരണം നടത്തിയത്. പെൻഷൻ പരിഷ്കരണം നടപ്പാക്കാതെ പെൻഷൻകാരെ വഞ്ചിച്ചതിന്റെ 1ാം വാർഷികമായ ജൂലൈ 1 KSSPA ചേർത്തല നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചേർത്തല ടൗണിൽ പ്രതിഷേധ പ്രകടനവും ട്രഷറിക്ക് മുമ്പിൽ ധർണയും സംഘടിപ്പിച്ചു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം CV ഗോപി ഉദ്ഘാടനം ചെയ്തു. പെൻഷൻകാരെ എങ്ങനെയെല്ലാം ദ്രോഹിക്കാമോ, പെൻഷൻകാരുടെ ആനുകൂല്യങ്ങൾ എങ്ങനെയെല്ലാം തടഞ്ഞു വെക്കാമോ, അല്ലെങ്കിൽ എങ്ങനെ തമസ്കരിക്കാമോ എന്നോ ഗവേഷണം നടത്തുന്ന അതൊരു നയസമീപനമായി സ്വീകരിച്ചിട്ടുള്ള ഒരു ഗവൺമെൻറ് ഭരിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ദുരിതങ്ങൾ ഈ പെൻഷൻകാർ ഏറ്റുവാങ്ങേണ്ടി വന്നത്. നമ്മളാരും പിൻവാതിൽ നിയമനം നേടി വന്നവരല്ല. നമ്മുടെ ഏറ്റവും ഊർജ്ജസ്വലമായ കാലഘട്ടം, യൗവനം നിറഞ്ഞു നിന്ന കാലഘട്ടം, ഗവൺമെൻറ് സർവീസിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും അതിൻ്റേതായ അത് നടപ്പിലാക്കുന്ന പരിപാടികൾ യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി കഠിനാധ്വാനം ചെയ്തവരാണ്. പ്രസിഡന്റ് CM ഉണ്ണി അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി TD രാജൻ, PO ചാക്കോ, KP ശശാങ്കൻ, PR പ്രകാശൻ, R സലീം, B ഗോപൻ, EK കാർത്തികേയൻ, CA ജയശ്രീ, MP നമ്പ്യാർ, ലളിത രാമനാഥൻ, ത്യാഗരാജൻ എന്നിവർ സംസാരിച്ചു. ടൈം ന്യൂസ്, ചേർത്തല. ഡിഫറൻ്റ്ലി ഏബിൾഡ് പേഴ്സൺസ് വെൽഫെയർ ഫെഡറേഷൻ്റെ ചേർത്തല ഏരിയ സമ്മേളനം നടന്നു. ചേർത്തല ലയൺസ് ക്ലബ്ബ് ഹാളിലാണ് സമ്മേളനം സംഘടിപ്പിച്ചത്. സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ആര്യ ബൈജു ഉദ്ഘാടനം ചെയ്തു. ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നവരുടെയും അവരുടെ രക്ഷിതാക്കളുടെയും ഉന്നമനത്തിനും അവകാശങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയാണ് ഡിഫറൻ്റ്ലി ഏബിൾഡ് പേഴ്സൺസ് വെൽഫെയർ ഫെഡറേഷൻ.
സംഘടനയുടെ ചേർത്തല ഏരിയ സമ്മേളനം നടന്നു. ചേർത്തല ലയൺസ് ക്ലബ്ബ് ഹാളിലാണ് സമ്മേളനം നടന്നത്. സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ആര്യ ബൈജു ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, എല്ലാ മേഖലകളിലും സംഘടന കൊണ്ട് ശക്തരായി മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ് അല്ലേ? നമ്മളുടെ ആനുകൂല്യങ്ങളെല്ലാം നമുക്ക് നേടിയെടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു അധികാര കേന്ദ്രങ്ങളിൽ നമുക്ക് വേണ്ട രീതിയിൽ ഇടപെടണമെങ്കിൽ നമുക്ക് സംഘടനാ ശക്തി ആവശ്യമാണ്. എന്നാൽ ഭിന്നശേഷി മേഖലയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ സംഘടനകൾ വിളയാടുന്ന, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സംഘടനകൾ പ്രവർത്തിക്കുന്ന ഒരു മേഖല ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കണ്ണുമടച്ച് പറയാനായിട്ട് സാധിക്കും, അത് ഭിന്നശേഷി മേഖലയാണ്. വിഷു, ക്രിസ്മസ്, ഓണം, അല്ലെങ്കിൽ നമ്മുടെ പെൻഷൻ കുടിശ്ശിക തീർത്ത് വരുന്ന കാലങ്ങളിലൊക്കെ തന്നെയും ഇതേപോലുള്ള കടലാസ് സംഘടനകൾ തലയെടുക്കുന്ന കാലമാണ്. എന്നാൽ അതിൽ നിന്ന് വ്യത്യാസമായി നമുക്കറിയാം, പൊതുജനാധിപത്യ പ്രസ്ഥാനത്തിൻ്റെ സഹായത്തോടും നമ്മളെ സഹായിക്കുന്നവരോട് ആത്മാർത്ഥത കാണിച്ചുകൊണ്ടും ഭിന്നശേഷിക്കാരെ സംരക്ഷിക്കുന്നതിന്, അവരുടെ ന്യായമായ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് എന്നും ശക്തമായി നിലകൊള്ളുന്ന സംഘടനയാണ് DA. ഏരിയ പ്രസിഡന്റ് VS ദിലീപ് കുമാർ അധ്യക്ഷനായി. ഏരിയ സെക്രട്ടറി TK ബാബു പ്രവർത്തന റിപ്പോർട്ടും ജില്ലാ സെക്രട്ടറി ഹരികുമാർ പൂങ്കോയിക്കൽ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് ഹരിപ്പാട് രാധാകൃഷ്ണൻ, ചേർത്തല സാന്ത്വനം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി സെക്രട്ടറി B വിനോദ്, ചേർത്തല സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ AS സാബു, ചേർത്തല താലൂക്ക് അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി പ്രസിഡന്റ് P ഷാജിമോഹൻ എന്നിവർ സംസാരിച്ചു. സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും ശമ്പള പരിഷ്കരണം നടപ്പാക്കാത്തതിൽ പ്രതിഷേധം NGO അസോസിയേഷന്റെ നേതൃത്വത്തിൽ ചേർത്തലയിൽ പ്രകടനവും സമ്മേളനവും നടത്തി. സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും ശമ്പളം പരിഷ്കരിക്കുന്നത് ഒരു വർഷം വൈകിട്ടും ശമ്പള പരിഷ്കരണ കമ്മീഷനെ നിയമിക്കാത്തതിൽ പ്രതിഷേധിച്ച കേരള NGO അസോസിയേഷൻ ചേർത്തല ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മിനി സിവിൽ സ്റ്റേഷൻ താലൂക്ക് ഓഫീസ് അങ്കണത്തിൽ പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി. ബ്രാഞ്ച് ട്രഷറർ പ്രേംജിത്ത് ലാൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് K ഭരതൻ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ ഒരു വർഷക്കാലത്തിലധികമായി ഈ സംസ്ഥാനത്ത് പേ കമ്മീഷൻ നിലവിൽ വരേണ്ട കാലം അതിക്രമിച്ചിട്ടും സർക്കാർ അതിനെതിരെയുള്ള ഒരു നടപടിയും സ്വീകരിക്കാത്തതിലാണ് ഇന്ന് ജീവനക്കാർ ഈ ഒരു അവസ്ഥയിലേക്ക് പോകേണ്ടി വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ക്ഷാമബത്തയുടെ കാര്യത്തിൽ സർക്കാർ ഇതുവരെ ഒരു നടപടി സ്വീകരിക്കുന്നില്ല. ഇത് ക്ഷാമം മാത്രം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ സർക്കാർ ജീവനക്കാർ, അവർക്ക് ക്ഷാമബത്ത വളരെ വലിയ ഒരു തുകയായി മാറിയിരിക്കുന്നു. എന്നാൽ എന്നും ക്ഷേമം മാത്രം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സിവിൽ സർവീസിലെ പ്രഭുക്കളായ IAS-ഉം IPS-ഉം അതുപോലെ ജഡ്ജിമാർക്കും യാതൊരു മടിയുമില്ലാതെ ഗവൺമെന്റ് അവർക്ക് കൃത്യമായി DA കുടിശ്ശികയില്ലാതെ കൊടുത്തുകൊണ്ടിരിക്കുന്നു. ശമ്പള പരിഷ്കരണം ഔദാര്യമല്ലെന്നും ജീവനക്കാരുടെ അവകാശമാണെന്നും ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ ജോസ് എബ്രഹാം, അഞ്ജു ജഗദീഷ്, ജില്ലാ കൗൺസിലർമാരായ രജിത് ഷിയാസ്, സന്തോഷ് എന്നിവർ സംസാരിച്ചു. ടൈം ന്യൂസ്, ചേർത്തല. കഥാപ്രസംഗ കലയ്ക്ക് 101 വയസ്സ് കഴിഞ്ഞു. കഥാപ്രസംഗത്തിൻ്റെ കുലപതി എന്നറിയപ്പെട്ടിരുന്ന പ്രൊഫസർ V സാംബശിവൻ്റെ 96ാം ജന്മശതാബ്ദി ആഘോഷവും സ്മിക്ക എന്ന സംഘടനയുടെ 2ാം വാർഷികവും ജൂലൈ 4-ന് നടക്കും. ആലപ്പുഴയിലാണ് പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സാംബശിവ സാറിൻ്റെ 94ാം ജന്മദിനത്തിൽ, അത് ജൂലൈ 4-ആണ് സാറിൻ്റെ ജന്മദിനം. ആ ജന്മദിനത്തിൽ ഭാരത് ഭവനിൽ വെച്ചിട്ട് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ തീരുമാനിക്കുകയും ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടിയും അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയായ പാർവതി ദേവിയും ചേർന്നുകൊണ്ട് 2 ദിവസമായി ഭാരത് ഭവനിൽ ഇത് ഗംഭീരമായി ആഘോഷിച്ചു. അന്ന് അതോടൊപ്പം തന്നെ സാംബശിവൻ സാറിൻ്റെ ശിഷ്യനായ ചിറക്കര സലിംകുമാർ, ഇന്ന് പ്രഗത്ഭനായ അറിയപ്പെടുന്ന ഒരു കാഥികനാണ്. അദ്ദേഹത്തെ സാംബശിവൻ സാറിൻ്റെ ജീവചരിത്രം കഥാപ്രസംഗ രൂപത്തിൽ സാംബശിവൻ കഥകളുടെ രാജശില്പി എന്ന പേരിൽ അവതരിപ്പിക്കാൻ തയ്യാറാകുകയും ആ കഥാപ്രസംഗം അവിടെ അവതരിപ്പിക്കുകയും ചെയ്തു. ഈ വർഷം ആലപ്പുഴയിൽ ഇത് ആരംഭിക്കാം, ഇത് നടത്താം എന്ന് തീരുമാനിക്കുന്നത്.
അപ്പോൾ തന്നെ എന്നോടൊപ്പം ഇപ്പം ഇവിടെ ഉള്ള ഇവരെല്ലാവരും കൂടെ ചേർന്ന് അതിനെ സ്വാഗതം ചെയ്യുകയും ഇവിടെ ഒരു സ്വാഗത സംഘം ഉണ്ടാക്കിക്കൊണ്ട് നല്ല നിലയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടും ഇരിക്കുകയാണ്. കേരളത്തിന്റെ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് സമഗ്ര സംഭാവന നൽകിയ അനുഗ്രഹീത കലാകാരനായിരുന്നു പ്രൊഫസർ വി സാംബശിവൻ. ചങ്ങമ്പുഴയുടെ ദേവത മുതൽ ഇർവിക് വാലസിന്റെ 7 നിമിഷങ്ങൾ വരെയുള്ള 53 കഥാപ്രസംഗങ്ങളുടെ ജനഹൃദയങ്ങളിൽ ചിരപ്രതിഷ്ഠ നേടിയ സാംബശിവന്റെ 96ാം ജന്മവാർഷികാഘോഷം ജൂലൈ 4 ആലപ്പുഴയിൽ നടക്കും. സാംബശിവൻ മെമ്മോറിയൽ ഇന്റർനാഷണൽ കൾച്ചറൽ അസോസിയേഷൻ അഥവാ സ്മിക എന്ന കലാ സാംസ്കാരിക സംഘടനയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. സ്മികയുടെ 2ാം വാർഷികവും ആലപ്പുഴ യൂണിറ്റ് ഉദ്ഘാടനവും ഇതോടൊപ്പം നടക്കും. ജൂലൈ 4 ആലപ്പുഴ തത്തമ്പള്ളി CYMA ഹാളിൽ ആലപ്പുഴ MLA PP ചിത്തരഞ്ജൻ ഉദ്ഘാടനം ചെയ്യും. സ്വാഗത സംഘം പ്രസിഡന്റ് KP സലീംകുമാർ അധ്യക്ഷത വഹിക്കും. സെക്രട്ടറി G മോഹൻദാസ് മാമ്പറമ്പിൽ സ്വാഗതം പറയും. ആലപ്പുഴ ജില്ലാ ലൈബ്രറി പ്രസിഡന്റ് അലിയാറം മാക്കിയിൽ മുഖ്യപ്രഭാഷണം നടത്തും. വേൾഡ് മലയാളി ഫെഡറേഷൻ ഗ്ലോബൽ ചെയർമാൻ ഡോക്ടർ J രത്നകുമാർ, ആര്യാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KD മഹീന്ദ്രൻ, ഖാദികൻ ആര്യാട് ഗോപി എന്നിവർ ആശംസകൾ നേരും. സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാക്കളായ ബാബു കോടഞ്ചേരി, മുതുകുളം സോമനാഥ്, ആലപ്പി രമണൻ എന്നിവരെ ആദരിക്കും. കുടുംബശ്രീ മേള അരങ്ങ് 2025 കഥാപ്രസംഗ മത്സര വിജയി അമ്പിളി തകഴിയെ അനുമോദിക്കും. സ്മിക്കയുടെ 2025 യുവകാധിക പ്രതിഭാ പുരസ്കാരം അനഖാർ, ഗൗരി പള്ളിക്കൽ എന്നിവർക്ക് സമ്മാനിക്കും. സ്വാഗത സംഘം ട്രഷറർ KN അനിരുദ്ധൻ നന്ദി രേഖപ്പെടുത്തും. വൈകിട്ട് 5:30 മുതൽ പ്രൊഫസർ ചിറക്കര സലീംകുമാർ സാംബശിവൻ കഥകളുടെ രാജശില്പി എന്ന കഥാപ്രസംഗം അവതരിപ്പിക്കും. ആലപ്പുഴയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സ്മിക സംസ്ഥാന പ്രസിഡന്റ് BR ഭദ്രൻ, KP സലീംകുമാർ, G മോഹൻദാസ് മാപ്പറമ്പിൽ, KN അനിരുദ്ധൻ, ദിനേശൻ ഭാവന എന്നിവർ പങ്കെടുത്തു. ടൈം ന്യൂസ് ആലപ്പുഴ. പ്രധാന വാർത്തകൾ വീണ്ടും. രവത ചന്ദ്രശേഖരെ DGP-ആയി നിയമിച്ചതിനെ വിവാദമാക്കുന്നത് ഒരു കൂട്ടം മാധ്യമങ്ങളും പ്രതിപക്ഷ നേതാവുമാണെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ. സർക്കാരിനെതിരെ എന്തും ആയുധമാക്കാൻ ശ്രമിക്കുന്നവരെ ജനങ്ങൾ തിരിച്ചറിയുമെന്നും ജയരാജൻ. തുറവൂർ സഹകരണ ബാങ്ക് ശതാബ്ദിയുടെ നിറവിൽ. ഒരു കൊല്ലം നീളുന്ന ശതാബ്ദ്യാഘോഷ പരിപാടികൾക്ക് വർണ്ണാഭമായ തുടക്കം സഹകരണ മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്തു. സഹകരണ മേഖലയിൽ വേലി തന്നെ വിളവ് തിന്നുന്ന നടപടി ഇല്ലാതാക്കുമെന്ന് VN വാസവൻ. പലചരക്ക് കടയിലെ തറയിൽ നിന്നും രക്തത്തിന് സമാനമായ ദ്രാവകം തിളച്ചു പൊന്തിയത് ഭയവും ആശങ്കയും സൃഷ്ടിച്ചു. ചേർത്തല തണ്ണീർമുക്കം റോഡിൽ കട്ടച്ചിറ യുവതാര ജംഗ്ഷന് സമീപത്തുള്ള പലചരക്ക് കടയിലാണ് സംഭവം. കുട്ടനാട് പച്ചയിൽ ATM തകർത്ത് മോഷണ ശ്രമം. ഫെഡറൽ ബാങ്കിന്റെ ATM തകർത്ത് മോഷണം നടത്താനായിരുന്നു ശ്രമം. പോലീസ് എത്തിയതോടെ മോഷ്ടാവ് രക്ഷപ്പെടുകയായിരുന്നു. CPI ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട അഡ്വക്കേറ്റ് S സോളമൻ രക്തസാക്ഷി മണ്ഡപങ്ങളിൽ പുഷ്പാർച്ചന നടത്തി. പുന്നപ്ര, വയലാർ രക്തസാക്ഷി മണ്ഡപങ്ങളിലാണ് പുഷ്പാർച്ചന നടത്തിയത്. ആലപ്പുഴ നഗരത്തിലെ ഗതാഗത നിയന്ത്രണം മിന്നൽ വേഗത്തിൽ നടപ്പാക്കി ശ്രദ്ധേയനായ മിന്നൽ മോഹൻദാസ് ഓർമ്മയായി. ആലപ്പുഴ നഗരം വഴി പോയിട്ടുള്ളവർ മോഹൻദാസിനെ മറക്കില്ല. BSF ജവാനായിരുന്ന മോഹൻദാസ് 2010 മുതൽ ആലപ്പുഴയിലെ ട്രാഫിക് നിയന്ത്രണ സംവിധാനത്തിൽ സജീവമായിരുന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകും. നമസ്കാരം.